الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اصبروا وصابروا يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم وعلى محمد سيدنا ومولانا محمد. ഏറ്റവും ആദരവുള്ള സഹോദര സഹോദരിമാരെ, വിശുദ്ധ റമളാനിൻ്റെ ഒന്നാമത്തെ ക്ലാസ്സിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഒരുമിച്ച് കൂടലും പിരിയലും അവൻ്റെ പൊരുത്തത്തിലുള്ള ഒരു സൽക്കർമ്മമായി നമ്മളിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബക്കാർ, എളീമ മൂത്തുമ്മമാർ, സഹോദര സഹോദരിമാർ, നമ്മളൊരുപാട് സ്നേഹിച്ചിരുന്നവർ, പ്രത്യേകിച്ച് ഈ പള്ളിക്ക് ചുറ്റും മുറവിട്ട് കിടക്കുന്ന മുഅ്മിനീങ്ങൾ, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മുടെ ക്ലാസ്സിൽ മുടങ്ങാതെ വന്നിരുന്നവർ, അല്ലാഹുവേ അവർക്കൊക്കെ നീ അഫ്വ് ചെയ്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. ഒരുപാട് പേരെ ഈ വിശുദ്ധ റമളാനിൽ നീ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമ്പോൾ അവരെയും ഞങ്ങളെയും ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ക്ലാസ്സിലേക്ക് രോഗം കാരണമായി വരാൻ കഴിയാതെ വീടുകളിലൊക്കെ വിശ്രമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇന്ന് ക്ലാസ്സിന് വരാൻ ആഗ്രഹിച്ച് രാവിലെ ആയപ്പോൾ പനിയായി എന്ന് പറഞ്ഞൊരു സഹോദരൻ, അല്ലാഹുവേ ആ ഉമ്മയുടെ പനി എത്രയും പെട്ടെന്ന് നീ ശിഫയാക്കണേ റഹ്മാനെ. സാധാരണ ലെവലിൽ നിൽക്കുന്ന പനി വരാതെ, വാദപ്പനിയാണ് 2-3-4 ദിവസം ഉണ്ടാകുമെന്ന് പറഞ്ഞു, അത്രയൊന്നും ഇല്ലാതെ ലഘുവായ രീതിയിൽ അത് വന്നു പോയി. തുടർന്നുള്ള ദിവസങ്ങളിൽ റമളാനിൽ നോമ്പനുഷ്ഠിക്കാനുള്ള ആരോഗ്യവും ആഫിയത്തും നീ പ്രദാനം നൽകണേ റഹ്മാനെ. വരാൻ കഴിയാതെ വീടുകളിലും മറ്റുമായി വിശ്രമിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്. അവരുടെയൊക്കെ രോഗങ്ങളെ നീ പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഇന്ന് സ്വല്പനേരം നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് വിശുദ്ധമായ നോമ്പ് നൽകുന്നതായ സന്ദേശം എന്താണ് എന്നതിനെക്കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞു എന്തിനാണ് നാം നോമ്പനുഷ്ഠിക്കുന്നത്, നോമ്പിൻ്റെ പരമമായിട്ടുള്ള ലക്ഷ്യം എന്താണ് നാം വിശദീകരിച്ചതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. തഖ്വയുള്ള ആളുകളായി മാറുക, അല്ലാഹു തആല കൽപ്പിച്ചതെല്ലാം അനുസരിക്കുകയും വിരോധിച്ചത് മുഴുവനും ഒഴിവാക്കുകയും ചെയ്യുന്ന അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് മനുഷ്യ മനസ്സുകളെ പരിവർത്തനം ചെയ്തെടുക്കുക എന്നതാണ് നോമ്പിൻ്റെ പരമമായിട്ടുള്ള ലക്ഷ്യം. എന്നാൽ ഭൗതികമായിട്ടുള്ള ഈ കാഴ്ചപ്പാടിലും ഒരുപാട് സന്ദേശങ്ങൾ ഈ വിശുദ്ധ റമളാൻ ലോകത്തിന് മനുഷ്യർക്ക് നൽകുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ക്ഷമ, അതേപോലെ സ്നേഹം, കാരുണ്യം, മറ്റുള്ള ആളുകളോട് മറ്റു ജീവജാലങ്ങളോടുമുള്ള കരുണയുടെ ഒരു മനസ്സ്. ഇതൊക്കെ റമളാനിലൂടെ നമ്മൾ ആർജിച്ചെടുക്കേണ്ട മറ്റു ചില വിഷയങ്ങളാണ്. പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയും ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ അതിന് നേരെ മറുവാക്ക് പറഞ്ഞ് ഒരിക്കലും ഒരു ക്ഷമാശീലരല്ലാത്ത ഒരു രീതിയിലാണ് വളർന്നു വരുന്ന കൗമാരങ്ങളും കുട്ടികളും എല്ലാവരും, കുട്ടികൾ മാത്രമല്ല എല്ലാ ജനങ്ങളും ആ രീതിയിലാണ് ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പം കഴിഞ്ഞ ദിവസം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സഹപാഠിയെ കൂടെ പഠിക്കുന്നതായ കുട്ടികൾ തല്ലിക്കൊന്നു. നമുക്കിപ്പോൾ അത് പറയുമ്പോൾ തന്നെ അതിന് ലാഘവത്തോടുകൂടെയായി പോകുന്നുണ്ടോ എന്നുള്ള ഒരു പേടിയാണ്. തല്ലി എന്നല്ല പറയുന്നത്, തല്ലിക്കൊന്നു എന്നുള്ളതാണ്. അതിനു മുമ്പും അതേപോലെ തന്നെ മാതാവിനെയും പിതാവിനെയും മറ്റുള്ള ബന്ധുക്കളെയും ഒക്കെ സ്വന്തം അനിയനെ പോലും ചുറ്റിക ഉപയോഗിച്ചുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ഒരു മടിയുമില്ലാത്ത, കരുണയില്ലാത്ത, ക്ഷമയില്ലാത്ത ഒരു സമൂഹമായി പുതുതലമുറ മാറുന്നു എന്ന് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്.
അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുമ്പോൾ തന്നെ പ്രകോപിതനാവാതെ ക്ഷമയോടുകൂടെ അതിനെ നേരിടാനുള്ള ഒരു കഴിവ്, ഒരു ശക്തി ഈ നോമ്പിലൂടെ നാം ആർജിച്ചെടുക്കണം. അതേപോലെ ക്ഷമയും കാരുണ്യവും മറ്റുള്ള ജീവജാലങ്ങളോടടക്കമുള്ള കാരുണ്യവും. പട്ടിണി കിടക്കുന്നതിലൂടെ വിശപ്പെന്താണ് എന്ന് ഏതൊരു മനുഷ്യനും അറിയണം. നിന്റെ മുന്നിലേക്ക് എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് ഒരു മനുഷ്യൻ വന്നാൽ, അല്ലെങ്കിൽ ഒരു ജീവി വന്നാൽ, ആ ജീവിക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാനുള്ള ഒരു മനസ്സ് നിനക്കുണ്ടാവണം. അത് നിന്നിൽ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെയുള്ള കരുണയുടെ ഒരു മനസ്സുള്ള ആളാവണം നീ. മനുഷ്യരോട് മാത്രമല്ല ജീവജാലങ്ങളോടും. ഖുർആൻ പറയുന്നുണ്ടല്ലോ, ചോദിച്ചു വരുന്ന ഒരാളെയും നീ ആട്ടി അകറ്റാൻ പാടില്ല, അവരെ നിരുത്സാഹപ്പെടുത്താൻ പാടില്ല. യാചനയെയും ഇങ്ങനെ മറ്റൊരാളോട് പോയി ചോദിക്കുന്നതിനെയും ഒക്കെ വിശുദ്ധ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. അവർ പരലോകത്ത് യാചന നടത്തുന്ന ആളുകൾ മുഖത്ത് മാംസമില്ലാതെ വരും എന്ന രീതിയിലൊക്കെ യാചനയെ നിരുത്സാഹപ്പെടുത്തിയ അതേ മതം തന്നെ. എന്നാൽ നിന്നോടൊരാൾ ചോദിച്ചു വന്നാൽ അവനെ നീ ആട്ടി അകറ്റാൻ പാടില്ല എന്നും ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. യാചന ഒരു ജോലിയായി സ്വീകരിച്ചവരുണ്ടാവാം. നിവൃത്തികേടുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് മറ്റൊരാളോട് എന്തെങ്കിലും ചോദിക്കുന്നവരും ഉണ്ടാകാം. രണ്ടാണെങ്കിലും നിന്നോട് ചോദിച്ചാൽ നിന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ നീ കൊടുക്കണം. ഇങ്ങനെ പ്രയാസം അനുഭവിക്കുന്നവന്റെ പ്രയാസവും ദാഹിച്ചവന്റെ ദാഹവും വിശക്കുന്നവന്റെ വിശപ്പുമൊക്കെ എന്താണ് എന്ന് ഈ നോമ്പിലൂടെ ഓരോ മനുഷ്യനും തിരിച്ചറിയുകയും അതിലൂടെ ആ തിരിച്ചറിവ് ഈ ലോകത്ത് ജീവിക്കുന്ന മറ്റുള്ള ആളുകളുടെ യാതനകൾ അനുഭവിക്കുന്ന ആളുകളെ മനസ്സിലാക്കാനുള്ള ഒരു പ്രേരക ശക്തിയായിട്ടും നിന്റെ ജീവിതത്തിൽ നിലനിൽക്കണം. അതും ഭൗതികമായി നമ്മൾ കാണുന്ന നോമ്പിന്റെ ഒരു ഗുണമാണ്. ഭൗതികമായിട്ട് ഏവരും അംഗീകരിക്കുന്ന ഒരു തത്വമാണ് ഇതെങ്കിലും മുഅ്മിനായ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ക്ഷമയും ഈ കാരുണ്യവും ഇത് പരലോകത്തേക്കും അവന് മുതൽക്കൂട്ടാകുന്ന ഒരു കാര്യമാണ്. ഈ ഒരു കാരുണ്യത്തിനെ അള്ളാഹുവിനോട് ചോദിക്കാനും അള്ളാഹുവിന്റെ ഔദാര്യമായിട്ടുള്ള ആ റഹ്മത്ത് അതെനിക്ക് വേണം, അത് നൽകാൻ ഞാൻ തയ്യാറാണ്, എന്നോട് ചോദിച്ചുകൊള്ളൂ എന്ന് അള്ളാഹു തആല ഈ ഒന്നാമത്തെ 10 നമ്മളോട് വിളംബരം ചെയ്തിരിക്കുകയാണ്. ഇതാണ് റഹ്മത്തിന്റെ 10. ഇന്നിപ്പോ 8ാമത്തെ നോമ്പായി. 2 ദിവസം കൂടെ കഴിഞ്ഞാൽ റഹ്മത്തിന്റെ 10 നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോകും. പിന്നീട് നമ്മളിലേക്ക് വരാനുള്ളത് മഗ്ഫിറത്തിന്റെ 10 ഇൻഷാ അല്ലാഹ്. അതൊക്കെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വിശദീകരിക്കാം. ഇവിടെ ആദ്യമായി സ്വല്പനേരം നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത് ഈ ക്ഷമയെ കുറിച്ചാണ്. ക്ഷമ ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അസ്സബ്റു നിസ്ഫുൽ ഈമാൻ, ഈമാനിന്റെ പാതിയാകുന്നു ക്ഷമ എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഖുർആനിലൂടെ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു സ്ബിറൂ വസ്വാബിറൂ, സത്യവിശ്വാസികളെ നിങ്ങൾ ക്ഷമ കൈക്കൊള്ളുകയും ക്ഷമയിൽ മറ്റുള്ളവരെ പിന്നിലാക്കുകയും നിങ്ങൾ ചെയ്യുക. ക്ഷമയുള്ളവരാവാൻ ഖുർആൻ നമ്മളോട് സൂചിപ്പിക്കുന്നു. ഇസ്തഈനൂ ബിസ്സബ്രി വസ്സലാ ഇന്നല്ലാഹ മഅസ്സാബിരീൻ. ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും നിങ്ങൾ പരസ്പരം സഹായം തേടുക. അല്ലാഹു തീർച്ചയായും അല്ലാഹു ക്ഷമാശാലികളുടെ കൂടെയാകുന്നു, ക്ഷമയുള്ള ആളുകളോടൊപ്പമാകുന്നു അല്ലാഹു തആല. ഇങ്ങനെ ഒരുപാട് ആയത്തുകൾ ക്ഷമയുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും. ക്ഷമ ഈമാനിന്റെ പകുതിയാണ്. ക്ഷമ കൊണ്ട് നിങ്ങൾ സഹായം തേടണം. അല്ലാഹു ക്ഷമയുള്ള ആളുകളോടൊപ്പമാണ് എന്നൊക്കെ വിശദീകരിക്കുന്ന ധാരാളം ആയത്തുകൾ. ഇനി നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കുക. നമുക്ക് ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ അക്ഷമരാവാറുണ്ടോ?
ക്ഷമയില്ലാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ അത് മാറ്റേണ്ടതുണ്ട്. ക്ഷമയില്ലാത്ത ഒരു തലമുറ വളർന്നു വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഇന്നത്തെ നമ്മളെ മൊബൈൽ ഫോണുകളും അതിലുള്ളതായ ഗെയിമുകളുമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. അത് മാത്രമാണ് എന്ന് ഞാൻ പറയുന്നില്ല, അത് ഒരു കാരണമാണ്. കാരണം ഈ ടച്ച് ഫോൺ സംവിധാനം വന്നതോടുകൂടെ നമ്മളെ കുട്ടികൾക്കൊന്നും ക്ഷമയില്ല. ഇപ്പോൾ ഫോണ് ചെറിയ കുട്ടികൾക്ക്, ഫോൺ എന്താണെന്ന് അറിയാത്ത കുട്ടികൾക്ക് നമ്മൾ ഫോൺ കൊടുത്തു, നെറ്റിൽ എന്തെങ്കിലുമൊക്കെ ആ കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നെറ്റ് ഒന്ന് സ്റ്റക്കായി ഒന്നിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ കുട്ടികൾ അപ്പൊ കരയാൻ തുടങ്ങും. ഒരു മിനിറ്റ് പോലും അതിൽ നിന്ന് വ്യതിചലിച്ച് നിൽക്കാൻ, അതൊന്ന് വെയിറ്റ് ചെയ്യാൻ നമ്മൾ ക്ഷമ കാണിക്കുന്നില്ല. പിന്നെ അതിലൂടെയുള്ള ഗെയിമുകൾ, നമ്മൾ ഒറ്റ നക്കിൽ നിൽക്കുമ്പോൾ തന്നെ എല്ലാം ഓപ്പണായി പെട്ടെന്ന് ഇങ്ങനെ വരുമ്പോ ഒരു സാധാരണം കിട്ടൂല, ലഭിക്കൂല എന്ന് വെച്ചാൽ അത് കാത്തിരിക്കാനുള്ള ഒരു ക്ഷമയില്ല. പിന്നീട് അപ്പോ എന്താണോ തോന്നുന്നത് അതങ്ങോട്ട് പ്രവർത്തിക്കുകയാണ്. ഈ അടുത്ത കാലങ്ങളിൽ നമ്മൾ കണ്ട ഒരുപാട് വാർത്തകൾ, 10ാം ക്ലാസ്സുകാരി ജീവനൊടുക്കി, തൂങ്ങി മരിച്ചു, ഇങ്ങനെ ഒരുപാട് വാർത്തകൾ. ചെറിയ ചെറിയ കുട്ടികൾ ജീവനൊടുക്കിയതായ സംഭവം നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചവരാണ്. വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമായിരുന്നു. അതിന് ഉമ്മ ഫോൺ ചോദിച്ചു, ഉമ്മ കൊടുത്തില്ല. ഫോൺ കണ്ടതിന് വഴക്ക് പറഞ്ഞു. ഇതൊക്കെയാണ് ഈ കുട്ടികളെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് നമ്മൾ വെറുതെ പറയല്ലല്ലോ. നമ്മളിപ്പോ യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും. ആത്മഹത്യ ചെയ്തതായ കണക്കുകൾ. വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും കുട്ടികൾ അത് ക്ഷമിക്കാനുള്ള ഒരു മനസ്സില്ലാതെ പെട്ടെന്ന് വൈലന്റ് ആകുന്ന രീതിയിൽ ഞൊടിയിടയിൽ തീരുമാനമെടുത്തുകൊണ്ട് അവരുടെ ജീവിതം പോലും നശിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് അധിക കുട്ടികളും എത്തിപ്പെടുന്നു. എന്താണ് ഇതിന്റെ കാരണം? ക്ഷമയില്ലാത്തതാണ്. പണ്ടൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു കാര്യം രക്ഷിതാക്കളോട് പറഞ്ഞാൽ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരാഴ്ച കഴിയണം, അല്ലെങ്കിൽ 2 ആഴ്ച കഴിയണം, അല്ലെങ്കിൽ ഇപ്പൊ പണിയില്ല, എനിക്ക് കൂലി കിട്ടുമ്പോൾ മേടിച്ചു തരാന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അതിന്റെ അപ്പുറത്തേക്കൊന്നും പോകില്ല. ഇപ്പത്തെ മക്കളോട് നമ്മൾ അങ്ങനെ പറയുന്നുമില്ല. ഇനി പറഞ്ഞാൽ അത് സമ്മതിക്കൂല. എനിക്ക് ഇന്ന സ്ഥലത്തേക്ക് പോകണം, ഇത്ര കാശ് വേണമെന്ന് പറഞ്ഞാൽ നമ്മുടെ കൈവശം ഇല്ലെങ്കിലും കടം മേടിച്ചിട്ടാണെങ്കിലും അപ്പോൾ തന്നെ നമ്മളത് കൊടുക്കുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ പിന്നീട്, അല്ലെങ്കിൽ നാളെ, മറ്റന്നാൾ എന്ന രീതിയിൽ ഒരു പെൻഡിങ്ങിന്റെ ഒരു സ്വഭാവം നമ്മുടെ ലൈഫിൽ തന്നെ ഇല്ല. ഇതൊക്കെ കുട്ടികളെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ഒരു കാര്യം അപ്പ കിട്ടിയില്ല എങ്കിൽ അവർക്ക് ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് അവിടെ കുറഞ്ഞു വരികയാണ്. എപ്പോഴും ഒരു കാര്യം നേടിയെടുക്കാൻ കുറച്ച് താമസം എടുത്തിട്ട് ചെയ്യുമ്പോൾ അതിന്റെ സ്പിരിറ്റ് ഒന്ന് കുറയും. അതുകൊണ്ടാണല്ലോ സുപ്രീം കോടതിയൊക്കെ വളരെ പ്രധാനപ്പെട്ട എന്തെങ്കിലുമൊക്കെ കേസ്, അതിന്റെ വാദങ്ങളും എല്ലാം കഴിഞ്ഞ ശേഷം വിധി പറയാൻ വേണ്ടി ഒരു ദിവസം പ്രഖ്യാപിക്കും. ചിലപ്പോൾ ആളുകൾ വയലന്റ് ആകുന്ന ഒരു വിധിയാണെന്നുണ്ടെങ്കിൽ അന്ന് ചിലപ്പോൾ ആ വിധി പറയൂല, വീണ്ടും ഒരു 2 ആഴ്ചത്തേക്ക് അത് നീട്ടിവെക്കും. ഇതെന്തിനാണ്? ആ മനുഷ്യന്റെ മനസ്സിലുള്ള ആ ഒരു സ്പിരിച്വാലിറ്റി ഒന്ന് കുറക്കുന്നതിന് വേണ്ടിയാണ്. അവരുടെ ആ ഒരു മൈൻഡിനെ ഒന്ന് പാകപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയാണ്. ഇത് നമ്മുടെ ലൈഫിലും വേണം. പക്ഷേ ഇന്ന് പുതുതലമുറയിൽ ഈ ഒരു പ്രതീക്ഷയുടെ, ഒരു കാത്തിരിപ്പിന്റെ ഒരു മേഖല ഇല്ല എന്ന് തന്നെ പറയാം. കാരണം അവർ കളിക്കുന്നത് ഒരിക്കലും അവർക്ക് സ്റ്റക്കാവാത്ത, നിൽക്കുമ്പോഴേക്ക് ഞൊടിയുടെ കാര്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു യുഗത്തിലാണ്, ഇന്റർനെറ്റ് യുഗത്തിലാണ്. ഇവരോട് ഒരു പെട്ടെന്ന് നമ്മൾ നോ പറയുമ്പോൾ അവർക്കത് താങ്ങാൻ കഴിയുന്നില്ല, അതവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അങ്ങനെ ജീവൻ ഒടുക്കുന്ന അവസ്ഥയിലേക്ക് പോലും ചില കുട്ടികൾ എത്തുന്നു എന്ന് നമ്മൾ ഗൗരവത്തോടുകൂടെ കാണേണ്ടതുണ്ട് ഉമ്മമാരെ. അതുകൊണ്ട് ക്ഷമ നമ്മൾ സ്വയം ആർജിച്ചെടുത്ത് നമ്മുടെ മക്കളെയും ആ ക്ഷമയോടുകൂടെ വളർത്താൻ നാം ശ്രമിച്ചാൽ ഒരു കാര്യം പെട്ടെന്ന് അവർക്ക് ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ജീവൻ അപകടത്തിലാക്കുന്ന ഒരു സാഹചര്യം അവരിൽ ഉണ്ടാകുകയില്ല എന്ന് നാം മനസ്സിലാക്കുക. എന്തോ ആവട്ടെ, ഖുർആൻ പറയുന്നത് ഇന്നല്ലാഹ മഅസ്സാബിരീൻ, തീർച്ചയായും അല്ലാഹു തആല ക്ഷമിക്കുന്ന ആളുകളോട് കൂടെയാണ്. ഇനി ജീവിതത്തിലെ പ്രയാസങ്ങൾ വരുമ്പോ, പ്രതിസന്ധികൾ വരുമ്പോ അതില്ലാത്ത മനുഷ്യരില്ലല്ലോ.
അവന്റെ സ്വയം ശരീരത്തിന് പ്രയാസങ്ങൾ വരാം, കുടുംബത്തിന് പ്രയാസങ്ങൾ വരാം, വേണ്ടപ്പെട്ട ആളുകൾ മരിച്ചു പോകാം, രോഗങ്ങൾ വരാം, കടങ്ങൾ വരാം. അങ്ങനെ ഒരുപാട് മനുഷ്യ മനസ്സുകളെ നൊമ്പരപ്പെടുത്തുന്ന സാഹചര്യങ്ങളിൽ ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ ഉണ്ടാകുമ്പോ അതിലൊന്നും നമ്മൾ അക്ഷമരാകരുത്. യഥാർത്ഥ ഒരു മുസ്ലിമാണോ? നബി തങ്ങൾ പറയുകയാണ്, അജബൽ അംറിൽ മുഅ്മിനി, ഒരു മുഅ്മിനായ മനുഷ്യന്റെ കാര്യം അത് വളരെ അത്ഭുതകരമാണ്. എന്താണ് കാരണം? ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, എല്ലാ കാര്യവും അവന്റെ ജീവിതത്തിൽ അവന് നന്മയാണ്. എല്ലാ കാര്യവും അവന്റെ ജീവിതത്തിൽ അവന് നന്മയാണ്. വലൈസ ദാലിക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിനി, ഈ ഒരു അവസ്ഥ യഥാർത്ഥ ഒരു സത്യവിശ്വാസിക്കല്ലാതെ ആർജിച്ചെടുക്കാൻ കഴിയില്ല. എന്നിട്ട് അതെങ്ങനെയാണ് എന്ന് നബി തങ്ങൾ വിശദീകരിക്കുന്നു. ഇന്ന സ്വാബതുഹു സറാഉ ഫശകറ ഫകാന ഖൈറല്ല, അവന്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സന്തോഷകരമായ സാഹചര്യം വന്നാൽ അവൻ അല്ലാഹുവിന് അതിന് സ്തുതിക്കും, അൽഹംദുലില്ലാഹ്, അതവനിക്ക് നന്മയാണ്. ജീവിതത്തിൽ കച്ചവടത്തിൽ കുറച്ച് ലാഭം കിട്ടി, നമ്മൾ വിചാരിക്കുന്നതിലേറെ സാമ്പത്തികമായ ഒരു അഭിവൃദ്ധി നമുക്കുണ്ടായി, മക്കളെ നമ്മളൊക്കെ പരീക്ഷ എഴുതി നല്ല രീതിയിൽ ജയിച്ചു എന്ന ഒരു വാർത്ത നമ്മൾ കേട്ടു. അല്ലെങ്കിൽ നമുക്ക് സന്തോഷകരമായ എന്ത് കാര്യം കേട്ടാലും ഒരു അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ അതവന് നന്മയാണ്. ഇനി വൈന്നസാബതുഹു ലറാഉ, അവന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നു, പനി വന്നു, ഉമ്മാക്ക് പനി വന്നു, ഭാര്യക്ക് പനി വന്നു, മക്കൾക്ക് പ്രയാസകരമാണ്, അല്ലെങ്കിൽ കുടുംബത്തിന് എന്തെങ്കിലുമൊക്കെ പ്രയാസകരമായിട്ടുള്ള കാര്യങ്ങൾ വന്നു, നമുക്ക് കഠിനമായിട്ടുള്ള അസ്വസ്ഥതയുണ്ട്, വേദനയുണ്ട്, പ്രയാസമുണ്ട്. ആ ഘട്ടങ്ങളിലൊക്കെ അവൻ ക്ഷമയോടുകൂടെ അതിനെ നേരിട്ടാൽ ഫകാന ഖൈറൻ ലഹു, അതും അവന് ഖൈർ തന്നെ. ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് രണ്ടും അല്ലാത്ത ഒരവസ്ഥ ഒരു മുസ്ലിം ഒരു മനുഷ്യനെ ലഭിക്കൂലല്ലോ. ഒന്നുകിൽ സന്തോഷകരമായ സാഹചര്യം, അതല്ല എങ്കിൽ അവന് പ്രയാസകരമുണ്ടാകുന്ന വിഷമുണ്ടാക്കുന്ന ഒരു കാര്യം. ഇത് രണ്ടാലൊന്നല്ലേ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ. ഇത് രണ്ട് അവന്റെ ജീവിതത്തിൽ വന്നാലും അവന് നന്മയാണ് അതുകൊണ്ട് വരികയുള്ളൂ എന്നാണ് നബി തങ്ങൾ സൂചിപ്പിക്കുന്നത്. ജീവിതത്തിൽ നന്മയല്ലാതെ വേറൊന്നും വരൂല. പണ്ടൊരു രാജാവിന്റെയും ഒരു മന്ത്രിയുടെയും ഒരു കഥ പറയുന്നുണ്ട്. മക്കളെ ശ്രദ്ധിക്കുക, എന്താ രാജാവിന്റെയും മന്ത്രിയുടെയും കഥ? മന്ത്രി ജീവിതത്തിൽ എന്ത് കിട്ടിയാലും എന്ത് സംഭവിച്ചാലും മന്ത്രി ഉടനെ പറയും, ഇതിലെന്തെങ്കിലുമൊക്കെ നന്മയുണ്ടാകും എന്ന് പറയും. അത് മന്ത്രിക്ക് വിഷമുള്ള കാര്യം കിട്ടിയാലും പറയും, അതല്ല സന്തോഷകരമായ കാര്യം കിട്ടിയാലും മന്ത്രി അത് പറയും. പഴയ കാലത്തെ രാജാക്കന്മാർക്കൊക്കെ ഒരു സ്വഭാവമുണ്ട്, അവർ വേട്ടക്ക് പോകും, പരിവാരങ്ങളായിട്ട് വേട്ടക്ക് പോകും, ഒറ്റക്കും പോവാറുണ്ട്. ഒരു ദിവസം ഈ മന്ത്രിയും രാജാവും ഒറ്റക്ക് രണ്ടുപേരും തനിയെ കാട്ടിലേക്ക് വേട്ടക്ക് പോയി. വേട്ടക്ക് പോയ സമയത്ത് ഈ രാജാവ് നടന്നതിനിടയിൽ കാല് ഒരു സ്ഥലത്ത് തട്ടി, കാലിന്റെ ഒരു ഭാഗം പൊട്ടിപ്പോയി. നമ്മൾ വെച്ചുകുത്തുക എന്നൊക്കെ പറയും നമ്മുടെ മലപ്പുറം ഭാഷയിൽ. തെന്നി വീണു. അപ്പൊ കാലിന്റെ ഒരു ഭാഗം മുറിവായി. അപ്പൊ ഇത് കണ്ടപ്പോ നല്ല വേദന എടുത്തു രാജാവിന്. മന്ത്രി പറഞ്ഞു, ഇതിൽ എന്തെങ്കിലുമൊക്കെ നന്മയുണ്ടാകും രാജാവേ എന്ന് പറഞ്ഞു. രാജാവല്ലേ, പെട്ടെന്ന് ദേഷ്യം വന്നു. നമ്മളൊക്കെ കാല് പൊട്ടിയിരിക്കുന്ന സമയത്ത് അത് നല്ലതിനാന്ന് ഒപ്പമുള്ള ഒരാൾ നമ്മളോട് പറഞ്ഞാൽ ക്ഷമയില്ലാത്ത ആളെങ്കിൽ നമുക്കും ദേഷ്യം വരും. രാജാവിന്റെ കാല് പൊട്ടിയത് നന്മക്കാണ് എന്ന് മന്ത്രി പറഞ്ഞപ്പോ രാജാവിന് ദേഷ്യം വന്നു. അപ്പൊ രാജാവ് എന്ത് ചെയ്തു? മന്ത്രിയെ ഒരു പൊട്ടക്കിണറുണ്ടായിരുന്നു അവിടെ, ആ കിണറ്റിലേക്ക് തള്ളിയിട്ട്, എന്റെ കാല് പൊട്ടിയത് നന്മക്കാണെന്നാണോ നീ പറയുന്നത്, നീ അവിടെ കിടക്ക് എന്ന് പറഞ്ഞ് മന്ത്രിയെ ഒരു പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ട് രാജാവ് തനിയെ വേട്ടക്ക് പോയി. അങ്ങനെ രാജാവ് കുറെ പോയി, കൂട്ടം തെറ്റി രാജാവ് കുറച്ച് കാട്ടുജാതിക്കാരായ മനുഷ്യന്മാരുടെ പിടിയിൽപ്പെട്ടു. രാജാവിനെ കാട്ടുജാതിക്കാര് പിടിച്ചുകൊണ്ട് പോയി വലിയ അവരുടെ ഒരു മൂപ്പന്റെ മുന്നിലേക്ക് കൊണ്ടുപോയി. ഈ അന്നത്തെ ദിവസം നല്ല ലക്ഷണമൊത്ത ഒരു മനുഷ്യനെ ആ കാട്ടുജാതിക്കാരുടെ വിശ്വാസം അനുസരിച്ച് ബലി കൊടുക്കണം. ഇത് രാജാവാന്നൊന്നും ഈ കാട്ടുജാതിക്കാർക്ക് അറിയില്ല. അപ്പൊ അവർക്ക് ലക്ഷണമൊത്ത ഒരു മനുഷ്യനെ കിട്ടി അന്ന് ബലി കൊടുക്കാൻ. അങ്ങനെ ബലി കൊടുക്കാൻ വേണ്ടി
ഈ രാജാവിനെ ഉദ്ദേശിച്ച് ഈ മൂപ്പന്റെ മുന്നിൽ കൊണ്ടുവന്നപ്പോ മൂപ്പൻ ഈ രാജാവിന് അടിമുടിയൊന്ന് നോക്കിയ സമയത്ത് ഈ രാജാവിന്റെ കാലിന്റെ അറ്റത്ത് ചെറിയൊരു മുറിവുണ്ട്, പൊട്ടുണ്ട്. ഇങ്ങനെ പൊട്ടുള്ളതിനൊന്നും പറ്റൂല ബലി കൊടുക്കാൻ. ഇത് കണ്ടപ്പോ കാട്ടുജാതിക്കാരോട് രാജാവ് പറഞ്ഞു, ഇയാളെ നമുക്ക് ബലി കൊടുക്കാൻ പറ്റില്ല, ഇദ്ദേഹത്തിന്റെ കാലിൽ ഒരു ന്യൂനതയുണ്ട് എന്ന് പറഞ്ഞ് രാജാവിനെ വിട്ടയച്ചു. അങ്ങനെ ആ മുറി കൊണ്ടാണ് രാജാവ് രക്ഷപ്പെട്ടത്. മന്ത്രി എന്തേ പറഞ്ഞത്? കാല് വെച്ച് തട്ടുന്ന സമയത്ത് എന്തെങ്കിലും ഒരു നന്മ അതിലുണ്ടാവും എന്നല്ലേ പറഞ്ഞത്. അപ്പൊ രാജാവിന് മനസ്സിലായി, മന്ത്രി പറഞ്ഞത് ശരിയാണല്ലോ, ഞാൻ ആ പാവത്തെ വെറുതെ കിണറ്റിലേക്ക് തള്ളിയിട്ടു. അങ്ങനെ രാജാവ് വേഗം വന്ന് ആ കിണറിലുള്ള മന്ത്രിയൊക്കെ രക്ഷപ്പെടുത്തി. മന്ത്രിയോട് പറഞ്ഞു, മന്ത്രി നിങ്ങൾ പറഞ്ഞത് നല്ലതാണ്, കാരണം നിങ്ങൾ നന്മ ഉണ്ടാകും ഈ കാല് പൊട്ടിയത് എന്ന് പറഞ്ഞപ്പോ എനിക്ക് ദേഷ്യം വന്ന് ഞാൻ ചെയ്തതാണ്, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ആ മുറിവ് പറ്റിയത് കൊണ്ടാണ് ഇന്ന് ഞാൻ ജീവനോടെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ കാട്ടുജാതിക്കാരെന്നെ കൊന്നുകളഞ്ഞേനെ എന്ന് രാജാവ് പറഞ്ഞു. അപ്പൊ രാജാവ് മന്ത്രിയുടെ ഈ വാദം തെറ്റാണെന്ന് തെളിയിക്കാൻ വേണ്ടി മന്ത്രിയോട് പറഞ്ഞു, മന്ത്രി പറഞ്ഞത് ശരി, എന്നാ പിന്നെ ഞാൻ മന്ത്രിയെ കിണറ്റിലേക്ക് തള്ളിയിട്ടപ്പോ മന്ത്രിക്ക് വേദനിച്ചില്ലേ? ഞാൻ മന്ത്രിയെ കിണറ്റിലേക്ക് തള്ളിയിട്ടതിൽ എന്തെങ്കിലുമൊക്കെ ഒരു നന്മ മന്ത്രി കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു രാജാവ്. മന്ത്രി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതേ രാജാവേ, എന്നെ കിണറ്റിലിട്ടത് നന്നായി. എന്നെ കിണറ്റിലിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാനും അങ്ങയുടെ കൂടെ വരൂലേ? അപ്പൊ ഈ കാട്ടുജാതിക്കാര് നമ്മളെ രണ്ടുപേരെയും പിടിക്കും. നിങ്ങളുടെ കാലിന് കുഴപ്പമുള്ളത് കൊണ്ട് നിങ്ങളെ വെറുതെ വിടും, എനിക്കൊരു കുഴപ്പമില്ലല്ലോ. അതുകൊണ്ട് എന്നെ നിങ്ങളുടെ സ്ഥാനത്ത് കടത്തിയിട്ട് ബലി കൊടുത്തേനേ എന്ന് മന്ത്രി രാജാവിനോട് അവിടെയും പറഞ്ഞു. അപ്പൊ എന്ത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലും ഇതൊക്കെ നന്മയാണ് എന്നുള്ളതിന് ഒരു കഥ ചെറുപ്രായത്തിൽ പഠിച്ചത് ഞാൻ ഓർത്തു പറഞ്ഞതാണ്. യഥാർത്ഥത്തിലുള്ള ഒരു മുഅ്മിനിന്റെ ജീവിതം അവൻ ഈ രീതിയിലാണ് ചിന്തിക്കേണ്ടത്. അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം അവന് നന്മയായിരിക്കും. നന്മ വന്നാൽ അതിന് അല്ലാഹുവിനെ അവൻ സ്തുതിക്കണം. പ്രയാസങ്ങൾ വന്നാൽ അല്ലാഹുവിനോട് അവൻ അതില് ക്ഷമിക്കുകയും ചെയ്യണം. ഈ രണ്ടവസ്ഥയല്ലാത്തൊരവസ്ഥ ഒരു മുഅ്മിനായ മനുഷ്യന് വരികയില്ലല്ലോ. അങ്ങനെ അവന്റെ ജീവിതത്തിൽ സംഭവിച്ചാൽ അല്ലാഹു തആല അവന് അർഹമായ പ്രതിഫലം പരലോകത്ത് നൽകുമെന്നാണ് വിശദീകരിക്കുന്നത്. ഇനി ചില ആളുകളൊക്കെ പറയാറുണ്ട്, എനിക്കെപ്പോഴും സങ്കടങ്ങളാണ്, രോഗം വിട്ടുമാറണില്ല. ഒന്നെങ്കിൽ ഉമ്മാക്ക് രോഗം, അല്ലെങ്കിൽ വാപ്പാക്ക് രോഗം, അല്ലെങ്കിൽ മക്കൾക്ക് രോഗം, അതൊക്കെ മാറി വരുമ്പോ എനിക്ക് രോഗം. ഇനി അതല്ലെങ്കിൽ മറ്റേതെങ്കിലൊക്കെ വിഷമങ്ങൾ ഏത് സമയവും എൻ്റെ ജീവിതത്തിലുണ്ട്. അങ്ങനെ പറയുന്ന ആളുകളില്ലേ, അവരും ക്ഷമിക്കണം. കാരണം മാ യുസീബുൽ മുസ്ലിമ മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹസനിൻ വലാ അദം വലാ ഗമ്മിൻ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ടുദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, മഹാൻ പറയുന്ന നബി തങ്ങൾ പറഞ്ഞു, ഒരു മുസ്ലിമായ മനുഷ്യന് ഒരു ക്ഷീണമോ ഒരു രോഗമോ ഒരു ദുഃഖമോ ഒരു ക്ലേശമോ ഒരു വ്യസനമോ ബാധിച്ചാൽ എത്രത്തോളം അവന്റെ കാലിൽ തറച്ച ഒരു മുള്ള് തറച്ചതിന്റെ വേദന പോലും ഒരു മനുഷ്യൻ സഹിച്ചാൽ ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖത്വായാ, അത് കാരണം അല്ലാഹു തആല അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കാതിരിക്കുകയില്ല. അപ്പൊ ജീവിതത്തിൽ വിഷമങ്ങളും പ്രയാസങ്ങളുമുള്ള ഉമ്മമാരെ ഉപ്പമാരെ, ഇതൊക്കെ പരലോകത്ത് നമ്മൾ ചെല്ലുമ്പോ നമുക്ക് നന്മകളായിട്ടാണ് ഭൂമി ലോകത്തുള്ള പ്രയാസങ്ങൾ വരുന്നത്. എന്ത് നല്ല ആശയാണ് ഇത്! പഠിച്ച യഥാർത്ഥത്തിലുള്ള ഒരു മുസ്ലിമായ മനുഷ്യൻ അവൻ പിന്നെ എങ്ങനെയാണ് ആത്മഹത്യ ചെയ്യുക? അവന്റെ ജീവിതം അവൻ അവസാനിപ്പിക്കണമെന്ന ഒരു ചിന്ത തന്നെ എങ്ങനെയാണ് അവന് വരിക? അവന് താങ്ങാൻ കഴിയുന്നില്ല എന്ന് സാധാരണ ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു പ്രയാസം അവന്റെ ജീവിതത്തിൽ വന്നാൽ ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞവൻ ആത്മഹത്യയിലേക്ക് പോകുമോ? ഇല്ല. അവന് വന്ന ഈ വിഷമം, മോനെ ഇവിടെയുള്ള ഈ വിഷമം നീ കുറച്ച് സഹിച്ചാൽ പരലോകത്ത് അല്ലാഹു തആല വലിയ നന്മകൾ നീ സഹിക്കുന്ന സങ്കടങ്ങൾക്കും വേദനകൾക്കും വെച്ചിട്ടുണ്ട് എന്ന നിബിതങ്ങളുടെ ഈ ഒരു വചനം എത്ര സന്തോഷകരമാണ്, നമുക്കെത്ര പ്രതീക്ഷ നൽകുന്നതാണ്. യാതനകൾ അനുഭവിക്കുന്നവൾക്ക് ജീവിക്കാനുള്ള പ്രചോദനമാണ് ഇസ്ലാം.
വേദനകൾ സഹിക്കുന്നവർക്ക് വീണ്ടും ഈ ലോകത്ത് ജീവിക്കാനുള്ള പ്രചോദനമാണ് വിശുദ്ധമായ ദീനിന്റെ സന്ദേശം. കാരണം ഈ വേദനകളൊന്നും യഥാർത്ഥ വേദനകളല്ല. ഇതിനൊക്കെ പകരം അല്ലാഹു തആല നിനക്ക് നൽകും. ഇവിടെ നല്ല സുഖങ്ങളും എല്ലാ സൗകര്യങ്ങളും നൽകിയ ഒരു മനുഷ്യൻ, അവന് അല്ലാഹു തആല എല്ലാ നിലക്കും സ്നേഹിച്ചതുകൊണ്ടാണ് അവനത് നൽകുന്നത് എന്ന് നീ മനസ്സിലാക്കണ്ട. അതും അല്ലാഹുവിന്റെ ഒരു പരീക്ഷണമാണ്. കൊടുത്തുകൊണ്ട് പരീക്ഷിക്കും, കൊടുക്കാതെയും പരീക്ഷിക്കും. കൊടുത്തുകൊണ്ട് പരീക്ഷിക്കുന്നവൻ അവന് കൊടുത്തതിൽ നിന്ന് മറ്റുള്ള ആളുകളെ പരിഗണിക്കുന്നുണ്ടോ എന്ന ഒരു പരീക്ഷണമാണെങ്കിൽ, കൊടുക്കാത്തവൻ അതിൽ ക്ഷമിക്കുന്നുണ്ടോ എന്നുള്ള പരീക്ഷണമാണ്. രണ്ട് പരീക്ഷണങ്ങളിലും വിജയിച്ചെങ്കിൽ മാത്രമേ പരലോകത്തൊരാൾക്ക് വിജയം നേടാൻ കഴിയുകയുള്ളൂ. അല്ലാഹു തആല വിജയിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ വിശുദ്ധമായ റമദാനിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം നമ്മളെ ക്ഷമാശീലരാക്കുക, ക്ഷമിക്കാനുള്ള ഒരു കഴിവ് ഒരു മനുഷ്യന് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നോമ്പനുഷ്ഠിക്കുന്ന ഒരു മനുഷ്യൻ ആത്മഹത്യയിലേക്ക് പോകൂല. നിസ്കരിക്കുന്ന ഒരാൾ ചിലപ്പോൾ ആത്മഹത്യ ചെയ്തേ. നോമ്പ് പിടിക്കുന്ന ഒരാൾ പ്രകോപിതനായി മറ്റൊരാളെ ഇടിക്കാനും തൊഴിക്കാനും പോകൂല. അവന്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയും, ക്ഷമയുള്ളവരാകാം. അതേപോലെ മറ്റൊരു ഗുണമാണ് നമുക്ക് ഒരു സ്നേഹാനുകമ്പ മറ്റുള്ള വസ്തുക്കളോടും ജീവജാലങ്ങളോടും നമുക്ക് തോന്നുക. നമ്മൾ പറഞ്ഞില്ലേ, നല്ല ദാഹിച്ച സമയത്താണ് ഇപ്പത്തെ നോമ്പ്. നല്ല വിശപ്പുണ്ട്, ഇപ്പൊ തന്നെ ദാഹമൊക്കെ തുടങ്ങി. എനിക്കും ഞാനിങ്ങനെ പ്രസംഗിക്കുന്ന സമയത്ത് ഇത്തിരി ചൂടുവെള്ളം കിട്ടിയാൽ കുഴപ്പമില്ല എന്നൊക്കെ തോന്നുന്നുണ്ട്. സാധാരണ ഇശാ കഴിഞ്ഞിട്ട് ക്ലാസ് എടുക്കുമ്പോ ക്ലാസിന്റെ അടിയിൽ നമ്മൾ കുറച്ച് വെള്ളം കൊണ്ടുവന്ന് അല്ലാഹു തആല അവനെയും എല്ലാരെയും നന്നാക്കി തരുമാറാവട്ടെ. അപ്പൊ ആ ക്ലാസിന്റെ അടിയിൽ വെള്ളം കുടിക്കുമ്പോൾ നല്ല ആശ്വാസമാണ്. ഇപ്പൊ രാവിലെ സുബഹി കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും കഴിച്ചിട്ടില്ലല്ലോ. ഇങ്ങനെ സംസാരിക്കുമ്പോ ആ ഒരു തൊണ്ടക്കൊക്കെ അതിന്റെ ഒരു വിഷമം പ്രയാസം ഉണ്ടാവും. അപ്പൊ എനിക്കറിയാം, നമ്മൾ വെള്ളം കുടിക്കാതിരിക്കുമ്പോ ദാഹിക്കുമ്പോ നമുക്കുള്ള ശരീരത്തിന്റെ ഒരു അസ്വസ്ഥത എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും നേരിട്ട് അനുഭവിക്കുകയാണ്. ഇത് അനുഭവിച്ച ഒരു മനുഷ്യൻ ദാഹിക്കുന്ന ഒരാൾക്ക് വെള്ളം കൊടുക്കാതിരിക്കൂല, വിശക്കുന്ന ഒരാൾക്ക് നമ്മുടെ കൈവശമുണ്ടെങ്കിൽ ഭക്ഷണം കൊടുക്കാതിരിക്കൂല. ഇങ്ങനെ സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ ഒരു മനസ്സിന്റെ ഉടമകളാക്കി നോമ്പ് മനുഷ്യരെ മാറ്റിയെടുക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നാം ചിന്തിക്കേണ്ടത്. പലപ്പോഴും നമ്മൾ കേട്ട ഒരു ചരിത്രമുണ്ടല്ലോ, ചരിത്രമല്ല നിബിധങ്ങൾ പറഞ്ഞതായ യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവമാണ്. ഒരു വേശ്യയായിട്ടുള്ള സ്ത്രീ സ്വർഗത്തിൽ പോയ സംഭവം. എന്താണ്? അവർക്ക് നല്ല കഠിനമായ ദാഹം വന്നു. ഒരു വഴിയിലൂടെ അങ്ങനെ നടന്നു പോയപ്പോ ഒരു കിണർ കണ്ടു, ഒരു കുഴി. കിണർ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരു 10-25 കോൽ ആഴമുള്ള അങ്ങനെയുള്ള കുഴി, കിണറൊന്നും ആലോചിക്കേണ്ട, ഒരു കുഴി കണ്ടു, ഇറങ്ങാനൊക്കെ പറ്റുന്ന. അപ്പൊ ഈ പെണ്ണ് ആ കിണറ്റിലേക്ക് ഇറങ്ങി. ബക്കറ്റും ഇന്നത്തെ പോലെയുള്ള മോട്ടറും പൈപ്പും ഒന്നും ഇല്ലാത്ത പഴയ കാലാണ്. നബിതങ്ങളുടെയും മുമ്പുള്ള കാലഘട്ടത്തെ കുറിച്ചാണ് നബിതങ്ങൾ ഇത് പഠിപ്പിക്കുന്നത്. ആ സ്ത്രീ, മോശമായ രീതിയിൽ ജീവിക്കുന്ന സ്ത്രീ, ആ കുടിയിൽ ഇറങ്ങി വെള്ളം കുടിച്ച് പൊക്കത്തോട്ട് കേറിയ സമയത്ത് അതിലൊരു നായ ഇങ്ങനെ വരുന്നുണ്ട്. ദാഹിച്ചുകൊണ്ട് അതിന്റെ നാവൊക്കെ ഇങ്ങനെ പുറത്തേക്ക് തൂക്കിയിട്ട് ദാഹിച്ച് പരവശനായി വരുന്ന ഒരു പട്ടിയെ ആ സ്ത്രീ കണ്ടപ്പോൾ ആ സ്ത്രീ മനസ്സിൽ വിചാരിച്ചു, എനിക്ക് വന്ന അതേ ദാഹം ഈ നായക്കും ഇതാ വന്നിരിക്കുന്നു എന്ന് മനസ്സിൽ കരുതി ആ കുഴിയിലേക്ക് വീണ്ടും ഇറങ്ങി. അവൾ ധരിച്ചിരുന്ന ആ കാലിന്റെ ഉറ ഷൂവിൽ കുറച്ച് വെള്ളം വെച്ച് അത് വാ കൊണ്ട് കടിച്ചു പിടിച്ച് മുകളിലേക്ക് വന്ന് ഈ ദാഹിച്ചു വലഞ്ഞ പട്ടിക്ക് വെച്ചു കൊടുത്തു. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ആ സ്ത്രീ ആ പ്രവൃത്തി ചെയ്തത് കാരണം ആ സ്ത്രീ സ്വർഗത്തിൽ പോയി എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ആ സ്ത്രീ ചിന്തിച്ച ഒരു കാര്യം, എനിക്ക് എത്തിയിരുന്ന അതേ ഒരു ദാഹം ഇതാ ഈ നായക്കും വന്നിരിക്കുന്നു. ഏതൊരു നോമ്പുകാരനും ദാഹത്തിന്റെ വിലയറിയാമല്ലോ. ഏതൊരു നോമ്പുകാരനും വിശപ്പിന്റെ വിലയറിയാമല്ലോ. ദാഹിച്ച ഒരാളെയോ ഒരു ജീവിയെയോ, ഒരു കാക്കയോ പൂച്ചയോ പട്ടിയോ ഏത് ജീവിയാവട്ടെ, മനുഷ്യരാവട്ടെ,
അവർക്ക് ദാഹം അകറ്റി കൊടുക്കാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടായിട്ട് അത് ചെയ്യാൻ മെനക്കെടാതിരിക്കുമോ ഒരു നോമ്പുകാരൻ? ഇല്ല. ഒരു സ്നേഹത്തിന്റെ, ഒരു കാരുണ്യത്തിന്റെ മനസ്സ് അല്ലാഹു തആല ഈ പട്ടിണി കിടക്കുന്നതിലൂടെ, ഈ വിശപ്പ് സഹിക്കുന്നതിലൂടെ, ദാഹം വന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കുകയും അത് മറ്റുള്ള ആളുകൾക്ക് ആ ഒരു സ്നേഹം, ഒരു കാരുണ്യം തോന്നാനുള്ള മനസ്സ് പാകമാക്കി എടുക്കുകയും ചെയ്യും നോമ്പിലൂടെ എന്നുള്ളതാണ്. അല്ലാഹു തആല അങ്ങനെയുള്ള സജ്ജനങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നേരത്തെ ഞാൻ ഓതിയ ഒരായത്ത്, ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ വഅമ്മസ് സായില ഫലാ തൻഹർ. അതുകൊണ്ട് തന്നെ ഒരു അനാഥരെ, ഒരു അനാഥയായിട്ടുള്ള ഒരു കുട്ടിയെ, ഒരാളെ നിങ്ങൾ പൗരുഷ കീഴടക്കി വെക്കരുത്. നമ്മുടെ അധീനതയിൽ ഒരു അനാഥരുണ്ടെങ്കിൽ അവരെ നാം വളരെ ഒരു പട്ടാള ചിട്ടയിലാക്കി അവരോടൊരു കരുണയില്ലാത്ത രീതിയിൽ പെരുമാറരുത്. അതേപോലെ യാചിച്ചു വരുന്ന ഒരാളെ ആട്ടി അകറ്റാനും പാടില്ല. നിന്റെ കയ്യിൽ ഒന്നും കൊടുക്കാനില്ലെങ്കിൽ അവനോട് നല്ല വാക്കുകളെങ്കിലും പറഞ്ഞ് തിരിച്ചയക്കണേ എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെയാണല്ലോ ഏറ്റവും കൂടുതൽ ദാനം ചെയ്യുന്ന ആളുകൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. എന്താ കാരണം? അവർ ഈ രീതിയിൽ ഇതൊക്കെ അനുഭവിച്ചത് കൊണ്ടാണ്. മദ്രസകളിൽ നിന്നും പള്ളികളിൽ നിന്നൊക്കെ നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ്. മറ്റുള്ള ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, ദാഹിക്കുന്നവന് വെള്ളം കൊടുക്കുക, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക. അത് മനുഷ്യരാവട്ടെ മറ്റു ഏത് ജീവജാലങ്ങളാവട്ടെ അതിന് വളരെയേറെ മഹത്വമുണ്ട് എന്നാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത്. ഇനി ഒരാൾ സ്വന്തം കൊടുക്കണില്ല, കൊടുക്കുന്ന ഒരാളെ ആ കൊടുക്കുന്ന പ്രവൃത്തിയിൽ നിന്ന് പിന്തിരിപ്പിക്കാതെ കൊടുക്കാൻ വേണ്ടി പ്രേരണ നടത്തിയാൽ പോലും അതും വലിയ നന്മയായി വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. പരലോകത്ത് അന്ത്യദിനത്തെ നിഷേധിക്കുന്ന ആളുകൾ ആരാണ്, അല്ലാഹുവിൽ വിശ്വാസമില്ലാത്ത ആളുകൾ ആരാണ് എന്ന് വിശദീകരിക്കുന്ന ഭാഗത്ത് വലാ യഹുല്ലു അലാ തആമിൽ മിസ്കീൻ, പാവപ്പെട്ടതായ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ പ്രേരിപ്പിക്കാത്തവൻ അവൻ അന്ത്യദിനത്തിൽ വിശ്വസിക്കാത്തവനാണ്, അവന്റെ ദീനിൽ അവൻ ഉൾക്കൊള്ളാത്ത ആളാണ് എന്ന് ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എന്താ എന്ന് ചോദിച്ചാൽ സ്നേഹത്തിനെയും അതിന്റെ ആ സ്നേഹാനുകമ്പയെയുമാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. മാത്രമല്ല ഒരു പാവപ്പെട്ടവനെ തലോടാനുള്ള ഒരു മനസ്സ് അവനിക്കുണ്ടാകും. ഇങ്ങനെ നോമ്പിലൂടെ ഒരു പാവപ്പെട്ടവനെ ചേർത്തി നിർത്താനും അവന്റെ വിഷമങ്ങൾ തീർത്തു കൊടുക്കാനുമുള്ളൊരു മാനസികാവസ്ഥ ഒരാൾക്കുണ്ടാകുമ്പോ ആ ഒരു കാര്യം അവൻ ചെയ്യുമ്പോ അതുകൊണ്ടുള്ള നേട്ടം എന്താണെന്നറിയുമോ? നബി തങ്ങൾ പറയാണ്, അന വകാഫിലുൽ യതീമി ഫിൽ ജന്നതി ഹകദാ വഅശാറ ബിസ്സബാബതി വൽ വുസ്താ ഫഫറജ ബൈനഹുമാ. നബി തങ്ങളുടെ ചൂണ്ടുവിരലും അതിന്റെ നടുവിരലും നബി തങ്ങൾ ഇങ്ങനെ ഉയർത്തി കാട്ടി അതിനിടയിൽ ചെറിയ ഒരു വിടവ് വെച്ചുകൊണ്ട് നബി തങ്ങൾ പറയുകയാണ്, ഞാനും യതീമുകളെ സംരക്ഷിക്കുന്നവനും സ്വർഗ്ഗത്തിൽ ഇപ്രകാരമായിരിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി തീർന്നില്ല, അസ്സായി അലൽ അർമിലതി വൽ മിസ്കീനി, വിധവയായ ഒരു സ്ത്രീ, അതേപോലെ പാവപ്പെട്ടതായ ഒരു മനുഷ്യൻ, ഇവർക്ക് വേണ്ടിയൊക്കെ പരിശ്രമിക്കുന്ന ആൾ. ഒരു നാട്ടിൽ ഭർത്താവ് മരിച്ച കുഞ്ഞുങ്ങളെ വളർത്തി കഷ്ടപ്പെടുന്നതായ ഒരു സഹോദരി ഉണ്ടെന്ന് വിചാരിക്കുക. ആ സഹോദരിക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു മനുഷ്യൻ, ഒരു പാവപ്പെട്ട ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു മനുഷ്യൻ, അവൻ കൽ മുജാഹിദി ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മ സമരം ചെയ്യുന്നവനെ പോലെയാണ്. തീർന്നില്ല, വകൽ ഖായിമിൽ ലദീ ലാ യഫ്തുറു,
അതേ മുടങ്ങാതെ തളരാത്ത രീതിയിൽ ഫുള്ളായി എപ്പോഴും രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കുന്നവനെ പോലെയാണ്. എല്ലാ ദിവസവും നോമ്പനുഷ്ഠിക്കുന്ന സുന്നത്ത് നോമ്പനുഷ്ഠിക്കുന്നവനെ പോലെയാണ്. തളരാതെ രാത്രിയിൽ ഉറക്കമിളച്ചുകൊണ്ട് ദീർഘനേരം നിസ്കരിക്കുന്നവനുള്ള പ്രതിഫലമെന്തോ, എല്ലാ ദിവസവും സുന്നത്ത് നോമ്പനുഷ്ഠിക്കുന്നവനുള്ള പ്രതിഫലമെന്തോ, ആ പ്രതിഫലമാണ് അല്ലാഹു തആല യാതനകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിധവയായ ഒരു സ്ത്രീക്കും പാവപ്പെട്ട ഒരു മനുഷ്യനും സഹായിച്ചാൽ കൊടുക്കുന്നത് എന്ന് ലോകത്ത് ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ലാത്ത അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് അനുഭവിച്ചവർക്ക് അത് കൂടുതൽ ചെയ്യാൻ കഴിയുള്ളൂ. വിശക്കുന്നുണ്ട്, എനിക്ക് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം തരണമെന്ന് നമ്മളോട് ഒരാൾ പറഞ്ഞാൽ വിശപ്പ് എന്താണ് എന്ന് അറിഞ്ഞ ഒരു മനുഷ്യൻ ഒരിക്കലും അവന്റെ കൈവശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാതിരിക്കുകയില്ല. ഇങ്ങനെ സ്നേഹത്തിന്റെയും ചേർത്ത് നിർത്തലിന്റെയും കരുണയൊക്കെയുള്ള മനസ്സിന്റെ ഉടമകളാക്കി ഓരോ മനുഷ്യരെയും മാറ്റിയെടുക്കുക എന്ന ഒരു തത്വവും കൂടെ ഈ വിശുദ്ധമായ നോമ്പ് നമുക്ക് നൽകുന്നതായ സന്ദേശങ്ങളിൽപ്പെട്ടതാണ്. നോമ്പിന്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് തഖ്വയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതാണ്. എന്നാൽ മാനുഷികമായ നമ്മുടെ ഈ ചുറ്റുപാടിൽ സാമൂഹിക ജീവിതത്തിൽ ജീവിക്കുമ്പോൾ എല്ലാ മനുഷ്യർക്കും എന്ന് വെക്കേണ്ട ജീവജാലങ്ങൾക്ക് പോലും ഉപകാരമാകുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള മനസ്സിന്റെ ഉടമകളാക്കി മാറ്റുക ഓരോ മനുഷ്യരെയും എന്ന അതും കൂടെ ഈ നോമ്പിന്റെ ഉള്ളിൽ അന്തർലീനമായിട്ട് കിടപ്പുണ്ട്. നോമ്പനുഷ്ഠിച്ച ഒരാൾ ഒരിക്കലും ഒരു ക്രൂരനാവുകയില്ല. സ്നേഹമുള്ളവനും കരുണയുള്ളവനും മാത്രമേ അവനാകൂ. ഇന്ന് വിശുദ്ധ ഇസ്ലാം ഭീകരമാണ്, മുസ്ലിങ്ങളെല്ലാം ക്രൂരന്മാരാണ് എന്ന് ചിത്രീകരിക്കുന്ന ഒരുപാട് പേരെ കാണാം. എക്സ് മുസ്ലിങ്ങൾ എന്നറിയപ്പെടുന്ന മുസ്ലിങ്ങളെ തെറി പറഞ്ഞുകൊണ്ട് ഉപജീവനം നടത്തുന്നതായ കുറച്ച് യൂട്യൂബ് വ്ളോഗർമാരായ ആളുകൾ, അല്ലാത്ത കുറച്ച് ജീവികളെന്ന പോലെ പറയാൻ പറ്റുള്ളൂ, മനുഷ്യന്മാരെന്നൊന്നും പറയാൻ പറ്റൂല. ഇസ്ലാമിന്റെ സുന്ദരമായ ആശയങ്ങൾ അതിനെ തടയിടാനും ഇസ്ലാമിന്റെ ആശയങ്ങളോട് ആശയപരമായി നേരിടാനും കഴിയാത്തത് കൊണ്ട് ഇസ്ലാമിനെ വക്രീകരിച്ച് കാണിക്കുക എന്ന ജോലി ഏറ്റെടുത്തിട്ടുള്ളതായ കുറെ ആളുകളുണ്ട്. അവർക്ക് എത്ര മോശപ്പെട്ടതായ സന്ദേശമാണ് ഈ സമൂഹത്തോട് നൽകുന്നത് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. വിശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എത്ര സുന്ദരമാണ്, എത്ര വിശാലമാണ്. വിധവയായിരിക്കുന്ന ഒരു സ്ത്രീ, പാവപ്പെട്ടതായ ഒരാൾ എന്ന് പറഞ്ഞപ്പോ അവിടെ മതമൊന്നും പറഞ്ഞില്ല. ഏത് സ്ത്രീ ആയാലും ഏത് മതത്തിൽപ്പെട്ട ആളായാലും പാവപ്പെട്ടവരാണെങ്കിൽ അവർക്ക് സഹായിച്ചാൽ അല്ലാഹു തആല അതിന് കൂലി നൽകും. ജീവജാലങ്ങൾക്ക് പോലും കൊടുത്താൽ കൂലി ലഭിക്കുമെന്ന് വെട്ടുമ്പോ പിന്നെ മനുഷ്യരെ കുറിച്ച് പറയേണ്ടതുണ്ടോ? അതുകൊണ്ട് ക്ഷമയുള്ള, സ്നേഹമുള്ള, കരുണയുള്ള മനസ്സിന്റെ ഉടമകളായ മനുഷ്യരെ സൃഷ്ടിക്കുക, ഇത് ഈ സമൂഹത്തിന് അത്യാവശ്യമാണ്. ഈ ലോകത്ത് ഇന്ന് ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ക്ഷമ എന്ന് പറയുന്നതും കരുണ എന്ന് പറയുന്നതും. ഇത് രണ്ടുമുള്ള ഒരു സമൂഹത്തെ ലോകത്തിന് കൊടുക്കുക എന്ന വളരെ ഉത്തരവാദിത്തകരമായ ഒരു സന്ദേശം ഈ വിശുദ്ധമായ നോമ്പ് നമുക്ക് നൽകുന്നുണ്ട്. നോമ്പിലൂടെ ഇത് രണ്ടും നേടിയെടുക്കാൻ നമുക്ക് കഴിയും. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി മറ്റൊരു കാര്യം, വിശുദ്ധ റമളാൻ മൂന്ന് പാർട്ടാണെന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി തുടക്കത്തില്. ഒന്ന് മഗ്ഫിറത്താണ്, കരുണ അള്ളാഹുവിനോട് ചോദിക്കുന്ന പത്താണ്. രണ്ടാമത്തത് മഗ്ഫിറത്ത്, പൊറുക്കലിനെ തേടുന്ന പത്താണ്. ഇനി മൂന്നാമത്തത് നരകമോചനത്തിന്റെ പത്താണ്. ഇവിടെ ഈ റഹ്മത്തിന്റെ പത്ത് നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോവുകയാണ്. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ.
അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. നിസ്കാരത്തിന്റെ ഉടനെ തറാവീഹിന്റെ ഇടയിലായി മാത്രം അത് നമ്മൾ ഒതുക്കാതെ നമ്മൾ ഒഴിവ് സമയങ്ങളിലൊക്കെ ഇത് നമ്മൾ ചൊല്ലണം. അതിനൊരുപാട് മഹത്വമുണ്ട് എന്ന് മനസ്സിലാക്കുക. അള്ളാഹു കരുണയുള്ളവനാണ്. അള്ളാഹുവിനോട് ആ കാരുണ്യത്തെ കുറിച്ച് ചോദിച്ചാൽ അള്ളാഹു തആല അത് തരും. അത് നമുക്ക് തന്നാൽ നമ്മൾ രക്ഷപ്പെടും. മറ്റുള്ള ആളുകളോട് കരുണ കാണിക്കണം എന്നുള്ളൊരു ബോധവും നമ്മളിൽ ഉണ്ടാകും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ കാരുണ്യത്തിന്റെ 10 ഇനി 2 ദിവസം കൂടെ മാത്രമാണ് നമുക്ക് ശേഷിക്കുന്നത്. അത് കഴിഞ്ഞ് ഇനി നമ്മളിലേക്ക് വരാനുള്ളത് പാപമോചനത്തിന്റെ 10 എന്തെങ്കിലുമൊക്കെ അപാകതകൾ ചെയ്തു പോയ മനുഷ്യൻ അള്ളാഹുവിനോട് അത് ഏറ്റു പറഞ്ഞാൽ അവന് പുറത്തു കൊടുക്കുന്നതായ ആ ഒരു മാസം, ആ ഒരു 10 ദിവസം അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ ഖുർആനിലൂടെ ഒരുപാട് സംഭവങ്ങൾ കാണാം. ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് നിങ്ങൾ പൊറുക്കലിനെ തേടുക. ഇന്നഹു കാന ഗഫാറാ, അല്ലാഹു തആല അധികമായി പൊറുക്കുന്നവനാണ്. ഓ ജനങ്ങളെ, നിങ്ങളിൽ നിന്ന് സംഭവിച്ച അപാകതകൾ അല്ലാഹുവിനോട് ഏറ്റുപറയുക. നിങ്ങൾ നന്നാവാൻ വേണ്ടി, നിങ്ങൾ വിജയിക്കാൻ വേണ്ടി വതൂബൂ ഇലല്ലാഹി ജമീഅ അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലകും തുഫ്ലിഹൂൻ. സംഭവിച്ചു പോയതായ അപാകതകൾ അല്ലാഹുവിനോട് ഏറ്റുപറയുക, നിങ്ങൾ വിജയിക്കാൻ വേണ്ടി. ഏതൊരു മനുഷ്യനും അവന്റെ ജീവിതത്തിൽ അപാകതകൾ സംഭവിക്കും. തെറ്റുകൾ ചെയ്യാത്തവരായി മലക്കുകൾ മാത്രമേ ഉള്ളൂ. ഏതൊരു മനുഷ്യനാണെങ്കിലും, തങ്ങളാണെങ്കിലും ഉസ്താദാണെങ്കിലും സാധാരണക്കാരാണെങ്കിലും ഒക്കെ അവരോട് യോജിച്ചതായ നിലക്കുള്ളതായ തിന്മകളൊക്കെ അവരിൽ നിന്ന് സംഭവിക്കാം. ചെയ്യണം എന്നല്ല, സംഭവിക്കാം. അങ്ങനെ സംഭവിച്ചു പോയാൽ അതിനുള്ള പരിഹാരമായിട്ട് അല്ലാഹു തആല പറയുന്നതാണ്, നിങ്ങൾ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുക, അല്ലാഹു തആല പൊറുത്തു തരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വല്ലാഹി ഇന്നി ലാ അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി ഫിൽ യൗമി അക്സറ മിൻ 70 മറ. 70 ചില്ലാനം പ്രാവശ്യം ഒരു ദിവസം ഞാൻ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടാറുണ്ട്, തൗബ ചെയ്യാറുണ്ട് എന്ന് ഒരു തെറ്റും ഇന്നേ വരെ ചെയ്തിട്ടില്ലാത്ത ലോകത്തിന്റെ ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ചെയ്യൂല. തെറ്റ് ചെയ്യുന്നവരെ പ്രവാചകന്മാരാക്കാനും കഴിയില്ല. ഒരു തെറ്റും ചെയ്യാത്ത നബി തങ്ങൾ ഒരു ദിവസം 70 പ്രാവശ്യം അല്ലാഹുവിനോട് തൗബ ചെയ്യുകയും പൊറുക്കലിനെ തേടുകയും ചെയ്യാറുണ്ട്. മറ്റു ചില ഹദീസുകളിൽ കാണാം 100 മറ, 100 പ്രാവശ്യം നബി തങ്ങൾ ഒരു ദിവസം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാറുണ്ട് ഓരോ ദിവസവും. ഇതെന്തിനാണ് നബി തങ്ങൾ നമുക്ക് പരിശീലിപ്പിച്ചത്? തെറ്റ് ചെയ്തവർ മാത്രം പറയേണ്ട വാക്യമല്ല അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ളത്. ഇത് ഒരു മനുഷ്യൻ പറഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾ അവനിക്കുണ്ടാകുമെന്നാണ്. ഇനി അസ്തഗ്ഫിറുല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടന്നാൽ പല ആളുകളും മനസ്സിലാക്കേണ്ടത്, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു തിന്മ ചെയ്തു കഴിഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയണമെന്നല്ല. തിന്മ ചെയ്താൽ എന്തായാലും പറയണം. ഒരു തിന്മയും ചെയ്തില്ലെങ്കിലും അവൻ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയണം. അതിനൊരുപാട് മഹത്വങ്ങളുണ്ട്. നബി തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാം, മൻ ലസിമൽ ഇസ്തിഗ്ഫാറ, ആരെങ്കിലും ഇസ്തിഗ്ഫാറിനെ പതിവാക്കിയാൽ എല്ലാ ദിവസവും ഒരു 100 പ്രാവശ്യം നമ്മൾ ഒഴിഞ്ഞിരുന്നു കൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ്, എനിക്ക് പുറത്തു തരണേ റബ്ബേ എന്ന ആശയം വരുന്ന ഈ വാക്യം പറഞ്ഞാൽ ജഅലല്ലാഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജാ, എല്ലാ ടെൻഷനുകളിൽ നിന്നും അല്ലാഹു തആല അവനിക്ക് ഒരു തുറവടി കൊടുക്കും. ഒരു മൂഡ് ഓഫാണ്, ഒരു ഉഷാറില്ല എന്നൊക്കെ പറയാറില്ലേ പലപ്പോഴും. നിങ്ങൾ കുളിച്ച് ശുദ്ധിയായി നല്ല വസ്ത്രം ധരിച്ച് സുഗന്ധമൊക്കെ പൂശി ഒരു 100 പ്രാവശ്യമോ അല്ലെങ്കിൽ അധികമോ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞു നോക്കുക, അവന്റെ വിഷമങ്ങൾ മാറിക്കിട്ടും. ഒരു ദിവസം പറഞ്ഞാൽ മാറുന്നല്ല ഹദീസിലുള്ളത്. മൻ ലസിമൽ ഇസ്തിഗ്ഫാറ, അവൻ ഇസ്തിഗ്ഫാർ അവന്റെ ജീവിതത്തിൽ കൂടെ കൊണ്ട് നടക്കുന്ന ഒരാളായാൽ ഇങ്ങനെയുള്ള ഒരു ടെൻഷന് അവൻ അഡിക്റ്റ് ആവുകയില്ല.
മൂഡ് ഓഫ്, അവൻ എഡിറ്റ് ആവുകയില്ല. അവന് പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ വന്നാലും അതിനെ നല്ല രീതിയിൽ ഡീല് ചെയ്യാനുള്ളൊരു മാനസികമായ പവർ അല്ലാഹു തആല അവനക്ക് കൊടുക്കും. മാത്രമല്ല വമിൻ കുല്ലി ദീഖിൻ മഖ്റജാ, എല്ലാ ഇടുക്കങ്ങളിൽ നിന്നും ഒരു തുറവടി അല്ലാഹു തആല അവന് കൊടുക്കും. കുടുങ്ങി എന്നിങ്ങനെ വിചാരിക്കും, പക്ഷേ കുടുങ്ങൂല. ബിസിനസ്സുകാരും അല്ലാത്തവരുമൊക്കെ സമൂഹത്തിൽ ജീവിക്കുന്ന സ്ഥാനമാനങ്ങളിലൊക്കെ ഉള്ള ആളുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വചനമാണ്. എല്ലാ ഞെരുക്കത്തിൽ നിന്നും ആളുകൾ ഒറ്റപ്പെടുത്താൻ നിന്നെ ശ്രമിക്കും. സാമ്പത്തികമായിട്ട് നിന്നെ തളർത്താൻ ആളുകൾ ഒരു പക്ഷേ ശ്രമിക്കും, നമ്മുടെ അസൂയാലികളും ശത്രുക്കളും ഒക്കെ. പക്ഷേ കുടുങ്ങി എന്ന് തോന്നുമെങ്കിലും കുടുങ്ങൂല. അല്ലാഹു തആല അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്തും. മക്കളെ സംസാരിക്കില്ലേ? എന്തോ നോമ്പ് പിടിച്ചുകൊണ്ട് സംസാരിക്കാൻ? പള്ളിയല്ലേ ഉണ്ടല്ലോ കേട്ടാ. അപ്പൊ കഴിയും, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. മിൻ കുല്ലി ദീഖിൻ മഖ്റജാ, എല്ലാ ഇടുക്കങ്ങളിൽ നിന്നും പുറപ്പെട്ടു പോവാനുള്ള വഴി അല്ലാഹു തആല അവനക്ക് കൊടുക്കും. മാത്രമല്ല വയർസുഖുഹു മിൻ ഹൈതു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത വഴിയിലൂടെ അല്ലാഹു തആല അവനക്ക് ഭക്ഷണം നൽകും. ശരിക്ക് ഇത് പതിവാക്കി കഴിഞ്ഞാൽ ഒരു മനുഷ്യന് അഭിമാനത്തോടുകൂടെ ലോകത്ത് ജീവിക്കാന്ന് പറഞ്ഞത്. ആദ്യം പറഞ്ഞത് എന്താ? ടെൻഷൻ ഉണ്ടാവില്ല. ഇതല്ലേ ഇപ്പൊ ഏത് പണക്കാരനും കാശുള്ള ആളുകൾക്ക് വരുന്ന ഏറ്റവും വലിയൊരു രോഗമാണ് ടെൻഷൻ. ഇതുണ്ടാകില്ല. ഇസ്തിഗ്ഫാർ പതിവാക്കിയാൽ പിന്നെ ആളുകളൊക്കെ വളഞ്ഞിട്ട് അവൻ ആക്രമിക്കുകയോ അവൻ ഒറ്റപ്പെടുത്തുകയോ സാമ്പത്തികമായി അവൻ തൊലഞ്ഞു പോകുകയോ അങ്ങനെയുള്ള പേടിയും വേണ്ട. എല്ലാ ലീക്കുകളിൽ നിന്നും ഇടുക്കങ്ങളിൽ നിന്നും പുറത്തു പോവാൻ അവനക്ക് ശക്തി നൽകും. ഏത്? ഇസ്തിഗ്ഫാർ പതിവാക്കിയാൽ അവൻ വിചാരിക്കാത്ത വഴിയിലൂടെ അവന്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകും. അതാണ്, അവൻ വിചാരിക്കാത്ത രീതിയിൽ അവന്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകും. ഉമ്മാക്ക് രോഗാണ്, മക്കൾക്ക് രോഗാണ്, ഭാര്യക്ക് രോഗാണ്, കാശില്ല. പക്ഷേ അത് കടമൊന്നും ആവൂല, എങ്ങനെയെങ്കിലുമൊക്കെ അത് കഴിഞ്ഞു പോകും. ഒരു സമ്പന്നന്റെ അത്ര അവന്റെ ബാങ്ക് ബാലൻസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഒരു സമ്പന്നൻ ജീവിക്കുന്നത് പോലെ ഇവന് ജീവിക്കാൻ കഴിയും. ഇവന് വണ്ടിയൊന്നും ഉണ്ടാവില്ല സ്വന്തമായിട്ട്, എന്നാലും അവന് മറ്റുള്ളവരുടെ ആണെങ്കിലും വണ്ടിയിൽ പോകാൻ കഴിയും, നല്ല ഭക്ഷണം കഴിക്കാൻ കഴിയും. അവന്റെ ജീവിതത്തിൽ അവന് മറ്റൊരാളുടെ മുമ്പിൽ യാചിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് അല്ലാഹു തആല എത്തിക്കുകയില്ല. അപ്പൊ ഇസ്തിഗ്ഫാർ പതിവാക്കിയാലുള്ള 3 ഗുണമാണ് ഈ ഹദീസിലൂടെ പറയുന്നത്. ഈ വാക്യം എന്റെ ഉമ്മമാര് ശരിക്കും മനസ്സിലാക്കണം. അതുകൊണ്ട് ഇന്നത്തെ ഈ ക്ലാസ്സിൽ പറഞ്ഞ എല്ലാ ഭാഗവും നാം ശ്രദ്ധിക്കണം. അതോടൊപ്പം ഇസ്തിഗ്ഫാർ ഒരു ദിവസം, നബിതങ്ങൾ ഒരു ദിവസം 100 ചൊല്ലിയിരുന്നു എങ്കിൽ നമ്മൾ 100 ചൊല്ലിയാൽ എന്തായാലും പോരാ. ഒരു 300 അല്ലെങ്കിൽ ഒരു 313 എണ്ണോ അല്ലെങ്കിൽ അധികമോ ഒക്കെ നമ്മൾ ചെല്ലണം. അസ്തഗ്ഫിറുല്ലാ അസ്തഗ്ഫിറുല്ലാ എന്ന് 100 പ്രാവശ്യം പറയാൻ 2 മിനിറ്റ് മതി. അസ്തഗ്ഫിറുല്ലാ 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 ഓരോ സെക്കൻഡിൽ ഓരോ അസ്തഗ്ഫിറുല്ലാ പറയും. അപ്പൊ 1 മിനിറ്റിലാവുമ്പോ 60 എണ്ണം പറയാ. ഇനി 2 മിനിറ്റ് കൂടുമ്പോ 100 എണ്ണം പറയാ. ഒരു 5 മിനിറ്റ് ആണെങ്കിൽ 500 എണ്ണം പറയാ. 10 മിനിറ്റ് ആണെങ്കിലോ 1000 എണ്ണം പറയാ. അസ്തഗ്ഫിറുല്ലാ അസ്തഗ്ഫിറുല്ലാ അത്രേ ഉള്ളൂ. 1000 എണ്ണം അല്ലേ? 20 മിനിറ്റിലാവുമ്പോ 1000 എണ്ണം പറയാ. ഇത്ര സിമ്പിൾ ആയിട്ട് നമുക്കത് പറയാൻ കഴിയും. അത് പറഞ്ഞാലുള്ള ഗുണമാണ് ഈ ഹദീസിലൂടെ നബി തങ്ങൾ പഠിപ്പിക്കുന്നത്. ഒന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുക, എല്ലാ ദുഃഖങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും അല്ലാഹു തആല അവനിക്ക് ഒരു സന്തോഷം നൽകും. അതേപോലെ തന്നെ എല്ലാ ഞെരുക്കങ്ങളിൽ നിന്നും പുറത്തു വരാനുള്ള വഴി അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. അതേപോലെ തന്നെ അവൻ വിചാരിക്കാത്ത വഴിയിലൂടെ അല്ലാഹു തആല അവനിക്ക് ഭക്ഷണം നൽകും എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുകയാണ് എൻ്റെ ഉമ്മമാരെ. അതുകൊണ്ട് എല്ലാ ദിവസവും എത്ര എണ്ണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇന്ന് മുതൽ മരിക്കുന്നത് വരെ എല്ലാ ദിവസവും സ്വൽപ്പനേരമെങ്കിലും ഇസ്തിഗ്ഫാറിനെ നാം പതിവാക്കിയാൽ നമ്മളെ പരാജയപ്പെടുത്താൻ ഒരാൾക്കും കഴിയില്ല, നമ്മളെ പട്ടിണിക്കിടാൻ ഒരാൾക്കും കഴിയില്ല, നമ്മളെ കൊടുക്കാൻ ഒരാൾക്കും കഴിയില്ല. ടെൻഷൻ വന്നുകൊണ്ട് പറ്റ മൂഡ് ഓഫായി നിൽക്കുന്ന ഒരവസ്ഥയും ഒരു മനുഷ്യന് വരില്ല. ഈ
ടെൻഷനുകളും മനസ്സിന്റെ കരുത്തും ഉറപ്പുമൊക്കെ നമുക്ക് നേടിത്തരുന്നത് മാനസികമായിട്ടുള്ള ഒരു പരിപാടിയാണെങ്കിൽ ആ മാനസികമായ ഒരു ശക്തി നമുക്ക് നൽകുന്ന അല്ലാഹു തആല മാത്രം വിചാരിച്ചാൽ കഴിയുന്ന കാര്യമാണ്. മനസ്സിന്റെ നിയന്ത്രണം അല്ലാഹുവിന്റെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ ആ മനസ്സിന് ഉറപ്പുണ്ടാക്കുന്ന ഈ ഒരു ഇസ്തിഗ്ഫാർ അഥവാ അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ള വാക്യം നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുക. അല്ലാഹു തആല ആ രീതിയിൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിപ്പിക്കുന്ന അവന്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് പേര് ദുആ ചെയ്തിട്ടുണ്ട്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ വേണ്ടി നമുക്ക് ദുആ ചെയ്യും. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയും ഇതേപോലെ കറക്റ്റ് 10:30 നമ്മൾ ആരംഭിക്കും. ആളുകൾ വന്നാലും ഇല്ലെങ്കിലും ശരി. ഇന്നിപ്പോ നമ്മൾ തുടക്കത്തിൽ കറക്റ്റിന് തന്നെ തുടങ്ങി. അപ്പോൾ കുറച്ച് ആളുകൾ കുറവാണെങ്കിലും പിന്നീട് കുട്ടികളാണെങ്കിലും അല്ലാത്തവരൊക്കെ കുറച്ച് ആളുകൾ എത്തി. സഹോദരിമാര് നേരത്തെ എത്തി. 10 മണിക്ക് ഒരു സഹോദരി അവിടെ വന്നിരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. ആ സഹോദരിക്ക് അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വെയിലാണെങ്കിലും വിഷമാണെങ്കിലും ചൂടാണെങ്കിലും ഒക്കെ അതൊക്കെ സഹിച്ച് വീട്ടിൽ നിന്ന് നടന്നു വന്ന് വാഹനത്തിലും അല്ലാതെയും ഒക്കെ വന്ന് ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്, പ്രായമുള്ളവരുണ്ട്, ഉപ്പമാരുണ്ട്. അല്ലാഹുവേ അവരുടെയൊക്കെ ഈ ഒരു ക്ലാസ്സിൽ വന്നതിനെയും കേട്ടതിനെയും നീ കബൂലാക്കണേ റഹ്മാനെ. ഈ ക്ലാസ്സിലൂടെ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം തുടർന്ന് അവരുടെ ജീവിതത്തിൽ നിത്യമായി കൊണ്ടു നടക്കുന്ന യഥാർത്ഥ സജ്ജനങ്ങളിൽ അവരെയും ഞങ്ങളെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. اللهم ارحمني يا أرحم الراحمين. اللهم ارحمني يا أرحم الراحمين. اللهم ارحمني يا أرحم الراحمين. 3 സ്വലാത്തുൽ ഫാത്തിഹ കൂടെ ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. آمين. الحمد لله الحمد لله الحمد لله رب العالمين حمدا يوفي نعمه ويكافئ مزيدا. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുറാഹിമീനായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, ഞങ്ങൾ ഇതുവരെ ഈ വിശുദ്ധ റമളാനിൽ നിന്റെ പള്ളിയിൽ ഒരുമിച്ച് കൂടി പറഞ്ഞതിനെയും കേട്ടതിനെയും നീ കബൂലാക്കണേ റഹ്മാനെ. പറച്ചവനെ, ഇന്നൊക്കെ ഞങ്ങൾ 9ാമത്തെ നോമ്പ് അനുഷ്ഠിച്ചിരിക്കുകയാണ്. എട്ടാമത്തെ നോമ്പ് അനുഷ്ഠിച്ചിരിക്കുകയാണ്. ഇതുവരെ അനുഷ്ഠിച്ചത് നീ കബൂലാക്കണേ റഹ്മാനെ. ഇനിയുള്ള സുന്ദരമായ രാവുകളിലും നീ പൊരുത്തപ്പെട്ട രീതിയിൽ നോമ്പനുഷ്ഠിക്കാനുള്ള ആരോഗ്യവും ആഫിയത്തും ഞങ്ങൾക്കെല്ലാവർക്കും നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ മാസം ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന മാസമാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ഈ ക്ലാസ്സിൽ വന്നതും കേട്ടതും പറഞ്ഞതുമൊക്കെ ഞങ്ങൾക്ക് ആഖിറത്തിൽ ഉപകാരമുള്ള ഒരു സൽക്കർമ്മമാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ക്ലാസ്സിൽ പറഞ്ഞതനുസരിച്ച് ഞങ്ങളുടെ ജീവിതം ക്രമീകരിക്കാനുള്ള ഒരു തൗഫീഖ് ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ്, ഒരുപാട് അപാകതകൾ ചെയ്തവരാണ്. ഞങ്ങൾക്ക് നീ പുറത്തു തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ റഹ്മത്തിന്റെ 10 ഞങ്ങളിൽ നിന്ന് വിട പറയുമ്പോൾ നിന്റെ ഔദാര്യമായിട്ടുള്ള റഹ്മത്ത് ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ.
മഗ്ഫിറത്തിന്റെ പത്തിൽ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ പാപങ്ങളെ, ഞങ്ങൾ ചെയ്തു കൂട്ടിയതായ അപാകതകളെ പരലോകത്ത് പരസ്യപ്പെടുത്താതെ സത്താറായ റബ്ബേ അതെല്ലാം നീ മറച്ചു വെക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ആഖിറത്തിൽ ഞങ്ങളുടെ നന്മകൾ കൂടുതലായി നിന്റെ ഔദാര്യം കൊണ്ട് സ്വർഗത്തിൽ കടക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്കെല്ലാവർക്കും നീ പ്രദാനം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. നോമ്പ് തുറയിലേക്ക് സംഭാവന നൽകിയ ആളുകൾ, പള്ളിയുടെ വികസന ഫണ്ടിലേക്ക് സംഭാവന നൽകിയ ആളുകൾ, അവർക്കൊക്കെ നീ അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ആരെങ്കിലും ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ നോമ്പ് തോറ്റ ആൾക്ക് എന്ത് പ്രതിഫലം കിട്ടുമോ അതേ പ്രതിഫലം അവന് നോമ്പ് തുറപ്പിച്ച ആളുകൾക്ക് കിട്ടുമെന്ന് നിന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട്. അതനുസരിച്ച് 5000, 4000, 3000, 1000 ഒക്കെ ആയി ഈ നോമ്പ് തുറയിലേക്ക് എല്ലാ ദിവസവും സഹകരിക്കുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ നീ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, വെയിലത്ത് ചൂടേറ്റുകൊണ്ടും വിഷമങ്ങൾ സഹിച്ചുകൊണ്ടും ഈ ക്ലാസ്സിലേക്ക് വന്നിരിക്കുന്ന ഒരുപാട് ഉമ്മമാര്, ഉപ്പമാര്, മക്കൾ, അല്ലാഹുവേ, അവർക്കൊക്കെ ഇത് പരലോകത്ത് വലിയ ലാഭമുള്ള ഒരു നന്മയായി നീ തിരിച്ചു നൽകണേ റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് നീ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ, ഉപ്പ, ഞങ്ങളുടെ ഭാര്യ, ഭർത്താക്കന്മാര്, മക്കള്, സഹോദരങ്ങള്, സഹോദരി, അമ്മായി, എളീമ, മൂത്തുമ്മമാര്, മാമമാര്, അമ്മാവന്മാര്, അല്ലാഹുവേ, ഒരുപാട് പേര് ഈ അടുത്തും അല്ലാതെയും ഒക്കെ ഞങ്ങളുടെ വീടുകളിൽ, കുടുംബങ്ങളിൽ, നാടുകളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹുവേ, എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ പള്ളിക്ക് ചുറ്റും മറവിട്ട് കിടക്കുന്ന മുഅ്മിനീങ്ങൾക്ക് നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. പടച്ചവനെ, രോഗികളായി കഴിയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ, ഞങ്ങളുടെ ഉപ്പ, ഞങ്ങൾക്ക് ബന്ധപ്പെട്ട ആളുകൾ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, വേദന കൊണ്ട് സഹിക്കാൻ കഴിയാതെ വിഷമിക്കുന്ന ആളുകൾ, അല്ലാഹുവേ, അവർക്കൊക്കെ രോഗങ്ങളിൽ നിന്ന് നീ മുക്തി കൊടുക്കണേ റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ് അവർക്കും ഞങ്ങൾക്കും നീ നൽകണേ റഹ്മാനെ. ദുനിയാവിൽ ജീവിക്കുന്ന കാലം അത്രയും ഇസ്സത്തോടെ, ആഫിയത്തോടെ, ഒരു കാര്യത്തിലും ഒരാളുടെ മുമ്പിലും തലകുനിപ്പിക്കാതെ, കൈനീട്ടാതെ, ഇസ്സത്തോടെ ജീവിപ്പിക്കണേ റഹ്മാനെ. അവസാനം മരണം ഖൈറാകുമ്പോൾ നീ ഇഷ്ടപ്പെടുന്ന സ്ഥലത്തും സമയത്തും ഇബാദത്തിലായി ആഖിബത്ത് നന്നാക്കി വെള്ളിയാഴ്ച രാവിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിപ്പിക്കണേ അല്ലാഹ്. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه